ആക്ച്വലി ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത് ഈ ഒരു വീടിൻ്റെ കുറേ പ്രശ്നങ്ങളുണ്ട്. ലീക്ക്, അത് ഇത്, കിച്ചൻ്റെ പ്രശ്നം, ബാത്റൂം പ്രശ്നം, ഇതെല്ലാം നമുക്ക് കാണാം. ഇതിപ്പോൾ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് എൻ്റെ വീടിൻ്റെ ഫുൾ ഇൻസ്പെക്ട് ചെയ്യാൻ വന്നിരിക്കുന്നതാണ്. കുറേ കംപ്ലയിൻറ്റ്സ്, ഇഷ്യൂസൊക്കെ ഉണ്ട്. അതെല്ലാം മനസ്സിലാക്കിയിട്ട് ഒരു പ്രോപ്പർ എസ്റ്റിമേറ്റ് എനിക്ക് കൊടുക്കാറുണ്ട്. ഒന്ന് പോയി നോക്കാം. ഈ ഒരു സൈറ്റിൻ്റെയാണ് നമുക്ക് പ്രോപ്പർ എസ്റ്റിമേറ്റ് എടുക്കാനുള്ളത്. അതിനകത്ത് കുറേ കാര്യങ്ങൾ ചെക്ക് ചെയ്യാനും നമുക്ക് ഇനി ഒരു പുതിയ കൺസ്ട്രക്ട് ചെയ്യുമ്പം ഇങ്ങനെയുള്ള പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഒരു സൊല്യൂഷൻ കൂടെ ഈ വീട്ടിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. ഈ വാൾ നോക്കാം. ഇവിടെ ടി വി ആക്കിയിട്ട് ഇവിടെ സി ഷേപ്പ് നമുക്ക് സിറ്റിംഗ് ആക്കാം. എന്നിട്ട് ഇവിടെ ഒരു സീലിംഗ് കൊണ്ട് ലൈറ്റ് ഡൗൺ ലൈറ്റ് കൊടുത്താൽ ബ്ലൈൻഡ്സ് ഒക്കെ ഇട്ട് ഭംഗിയാക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സൈസ് എടുത്തേക്കാം ലിവിങ് റൂമിൻ്റെ. ആക്ച്വലി ഈ വീടിൻ്റെ കസ്റ്റമറിൻ്റെ റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞാൽ ലിവിങ് റൂം വളരെ പെർഫെക്റ്റായിട്ട് റീഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം ടി വി ഒക്കെ ഒരു കോർണറിലായിട്ടാണ് ഇരിക്കുന്നത്. അതേപോലെ സോഫ കറക്റ്റായിട്ടുള്ള പൊസിഷൻസ് എല്ലാം ഇരിക്കുന്നത്. അപ്പോൾ ഇതിനെല്ലാം പ്രോപ്പറായിട്ടൊരു പൊസിഷനിലോട്ട് കൊണ്ടുവരിക, ടി വി എല്ലാം പ്രോപ്പറായിട്ട് ഫിക്സ് ചെയ്യുക, നല്ല രീതിയിൽ ലൈറ്റ് മാക്സിമം കൊണ്ടുവരാൻ നോക്കുക. അതേപോലെ തന്നെ നമ്മുടെ സ്റ്റെയർ അണ്ടർ സ്റ്റോറേജ് പ്രോപ്പറാക്കുക, അത് പ്രോപ്പർ ഒരു സിസ്റ്റമാറ്റിക് ആക്കുക. ഒരു പ്രോപ്പർ സ്റ്റോറേജ്, ഡ്രോയേഴ്സ്, അത് മാത്രമല്ല അതിനകത്ത് പല കാര്യങ്ങൾ വയ്ക്കാൻ നമുക്ക് നമ്മുടെ സാൻഡിൽസ് വയ്ക്കാൻ പഠിക്കണം, നമുക്ക് ന്യൂസ് പേപ്പർ വയ്ക്കാൻ പറ്റണം. അങ്ങനെയുള്ള മൾട്ടി പർപ്പസ് ആയിട്ടുള്ള ഒരു നല്ലൊരു ബെസ്റ്റ് സ്റ്റോറേജ്, ഈ രണ്ട് കാര്യത്തിനാണ് നമ്മൾ ഇതിനകത്ത് ടാർഗറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ വോളില്ലേ, ഈ വോൾ മൊത്തത്തിൽ ഡാമേജ് ആണ്. ഇത് കണ്ടോ? അപ്പോൾ ഈ ഫ്ലോറിൽ നിന്നുള്ള വെള്ളമാണ് ഇത് മേലോട്ട് കയറി വരുന്നത്. ഇങ്ങനെ വെള്ളം. അപ്പം ഈ ആക്ച്വലി മെയിൻ ഇഷ്യൂ ഫ്ലോറാണ്. അപ്പം വോളിൽ നിന്നുള്ള വെള്ളം ഒരിക്കലും നമുക്ക് ഈ പറയുന്ന പോലെ ബുദ്ധിമുട്ട് കാണിക്കത്തില്ല. അപ്പം ഫ്ലോറിൽ നിന്നുള്ള വെള്ളമാണ് ഇത് കയറി ഇരിപ്പം പിടിച്ചിട്ട് ഇതിനകത്ത് കയറി സ്പ്രെഡ് ചെയ്ത് വരുന്നത്. അപ്പം ഇത് ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് ചെയ്യണമെന്നാണ് പറയുന്നത്. അവിടെ ഉള്ളത് അങ്ങ് വരെ വരാം. അത് എല്ലാം ഈ ടൈലിന്റെ അടി കൂടെ സ്പ്രെഡ് ചെയ്യും. അതുകൊണ്ടാണ് അത് ഇങ്ങനെ വരുന്നത്. മനസ്സിലായി? അപ്പൊ ഇത് ഇങ്ങനെ വന്നു കഴിഞ്ഞുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളെ പുതിയ പെയിന്റിങ്ങിലോട്ട് പോയാലും വീണ്ടും ഈ ഡാമേജ് വന്നു. അവിടെ മെയിൻ ഫ്ലോർ ആണ് കറക്റ്റ് ചെയ്യുന്നത്. ഫ്ലോർ കറക്റ്റ് ആയി കഴിഞ്ഞാൽ ഈ പ്രോഡക്റ്റ് സോൾവ് ആവും. ഇത്രയും കാര്യങ്ങൾ ഒരു ബാത്റൂം നമ്മൾ ഇനി നിങ്ങളൊരു സൈറ്റിൽ പോകുമ്പോൾ ഇങ്ങനൊരു ബാത്റൂം കണ്ടു കഴിഞ്ഞാൽ ഈ നീളവും ഈ വീതിയും പ്രോപ്പറായിട്ട് മെഷർമെന്റ് എടുക്കുക. ചില ടൈല് തന്നെ നമുക്ക് മെഷർ ചെയ്യാവുന്നതേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ ഡയറക്ഷൻസും കോമ്പസും ചെക്ക് ചെയ്ത് കൺഫേം ചെയ്തേക്കുക. അപ്പം പിന്നെ പ്രശ്നമില്ല. ഓക്കെ. ഇനി അതേ സ്ഥലത്ത് ആ ബാത്റൂമിൻ്റെ സെയിം ഇഷ്യൂ ഇവിടെയും ഉണ്ട്, ഈ വോളിലും ഉണ്ട്. അപ്പോൾ ഇതൊരു 5-10 കൊല്ലത്തിന് മുമ്പ് ഇവിടെ MDF ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഈ MDF ഒക്കെ വെള്ളം നനഞ്ഞാൽ പെട്ടെന്ന് ചീത്തയായി പോകും. അപ്പോൾ നമ്മളിപ്പോൾ ഇതെല്ലാം ഇളക്കി മാറ്റുക ചെയ്യുന്നത്. ഈ മെറ്റീരിയൽസ് എല്ലാം ഇളക്കി മാറ്റുക ചെയ്യുന്നത്. ഇവിടെ അങ്ങ് ഫ്രീ ആക്കുക. കാരണം ഇതെല്ലാം ഓൾറെഡി ഡാമേജ് ആയി. അപ്പോൾ ഇത് ഈ ഗ്രൗണ്ട് ഫ്ലോർ ബെഡ്റൂമിനകത്തുള്ള ഈ ഷെൽഫ് റിമൂവിങ് ആൻഡ് ഡാമേജ് വോൾ പ്ലാസ്റ്ററിംഗ് മാത്രം ഇട്ടിരുന്നാൽ മതി. അതിൻ്റെ സൈസ് ഞാൻ പറഞ്ഞുതരാം. കാരണം ഇതിനകത്ത് വേറൊരു കാര്യം കണ്ടോ, നമ്മളിപ്പോൾ ഒരു ഇതാരോ അത് ഈ വെള്ളത്തിൻ്റെ ഈർപ്പത്തിൻ്റെയാണ്. അപ്പോൾ നമ്മൾ ആ വീട് മൊത്തത്തിൽ ബെസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്കിത് ചെയ്യാം. പിന്നെ ഈ പ്രശ്നം 5 കൊല്ലത്തേക്കുള്ളൂ ഗ്യാരണ്ടി. അത് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് വീണ്ടും ചെയ്യണം. അപ്പോൾ ഇത് ഡെപ്ത് കൂടുതലായി അലമാരിക്കകത്ത്, ഇത് ഡെപ്ത് കുറവും ഡെപ്ത് കൂടുതലാണ്. അപ്പോൾ എത്ര ഡെപ്ത് ഉണ്ടെന്നുള്ളത് ഞാൻ പറയാം. അപ്പോൾ ഇത് നോക്കും, ഇത് ഏകദേശം നമുക്കുള്ള ഡെപ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 23 സെൻറ്റിമീറ്ററേ ഉള്ളൂ. പക്ഷെ അതേ സ്ഥലത്ത് ഇതിൻ്റെ ആക്ച്വൽ ഡെപ്ത് എത്രയാണെന്നറിയാം? ഇത് 35-40 സെൻറ്റിമീറ്ററോളം ഡെപ്ത് ഉണ്ട്. അപ്പം ഈ ഡെപ്ത് നമുക്ക് ബ്രിക്ക് വെച്ച് കെട്ടി പ്രോപ്പർ പ്ലാസ്റ്റിക്. അപ്പോൾ എപ്പോഴും നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇത് തുറന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത്രയും ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഇതിന്റെ മെഷർമെന്റ് എന്ന് പറഞ്ഞാൽ ഈ കബോർഡ് ഇളക്കി മാറ്റിയിട്ട് അതിനകത്ത് നമ്മൾ ഈ വോൾ ലെവലിൽ ബ്രിക്ക് ചെയ്ത് പ്ലാസ്റ്റർ ചെയ്ത് ഇതെല്ലാം എടുത്ത് കളഞ്ഞ് ഫ്രീ ആക്കി വിടുക. ഇവിടെ ഒന്നും വേണ്ടെന്നാ ക്ലൈന്റ് ഇല്ലല്ലേ, ഇവിടെ ഒന്നും വേണ്ടെന്നാ ക്ലൈന്റ് പറഞ്ഞേക്കുന്നത്. ഇല്ല, ഒന്നും ചെയ്യുന്നില്ല. ഈ മുറിയിൽ ഒന്നും ചെയ്യുന്നില്ല. ഇത് മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതാണ് ഇതിനകത്തുള്ള കാര്യം. ഓക്കെ അല്ലേ? ഇതിന് വീതി എന്ന് പറഞ്ഞാൽ 60-70-80 സെൻറ്റിമീറ്റർ, ഹൈറ്റ് 210 സെൻറ്റിമീറ്റർ. പിന്നെ ഈ ടൈല് മാറാനുണ്ട്. കാരണം ഇവിടെ സ്കേർട്ടിംഗ് ഉണ്ട്. ഇപ്പോൾ ഇത് ഇളക്കി കളയുമ്പോൾ ആ സ്കേർട്ടിംഗ് അവിടെ ഡാമേജ് ഉണ്ട്. അവിടെ നമ്മൾ പൊളിച്ച് മാറ്റിയിട്ട് അവിടെ പ്രോപ്പറായി ടൈൽ ഒട്ടിച്ച് ഫിനിഷ് ചെയ്യണം. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ 3 വർക്ക് പറഞ്ഞ്, ഒന്ന് ഈ അണ്ടർ സ്റ്റെയർ സ്റ്റോറേജും, ഒന്ന് ഈ കോമൺ ബാത്റൂമും, ഒന്ന് ഈ അവിടുത്തെ ഇതും. ഇനി നമുക്ക് ബെഡ്റൂം നോക്കാം, മാസ്റ്റർ ബെഡ്റൂം നോക്കാം. ഇതിപ്പം പഴയ നേരത്തെ ഉള്ള അന്നത്തെ കാലത്ത് നല്ലൊരു വാർഡ്രോബായിരുന്നു. ഇപ്പോൾ അത് പഴയ സ്റ്റൈലിലോട്ട് മാറി. ഇപ്പോൾ ഇതിനെ നമ്മൾ മാറ്റിയിട്ടാണ് പുതിയൊരു മോഡലോട്ട് കൊണ്ടുവന്നത്. ഇതിനകത്തൊരു വിഷയം എന്താ അറിയാമോ? ഈ ഡെപ്ത് എത്ര വന്നത്? ഈ ഡെപ്ത് 40-35 സെൻറ്റിമീറ്ററേ ഉള്ളൂ. ഈ ഡെപ്ത് കണ്ടോ? ഇതിനകമെന്ന് പറഞ്ഞാൽ 55 സെൻറ്റിമീറ്റർ ഡെപ്ത് ഉണ്ട്. അപ്പോൾ 35-20 സെൻറ്റിമീറ്റർ കൂടുതലാണ്. അപ്പം ഈ വീട് പണിഞ്ഞ സമയത്ത്
ഈ വാളിന് 23 സെൻറ്റിമീറ്റർ തിക്നെസ് ഉള്ള വാളിനെ ഈ വാർഡ്രോബ് ചെയ്യാനായിട്ട് അവർ വാർഡ്രോബിൻ്റെ ഏരിയയിൽ 10 സെൻറ്റിമീറ്റർ വെച്ചിട്ട് ബാക്കിയുള്ള സ്ഥലം കൂടി അതിനകത്ത് ആഡ് ചെയ്യും. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഈ അകത്ത് ഡെപ്ത് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് ചെയ്യുമ്പോഴേ ഈ രീതിയിൽ ചെയ്യാൻ പറ്റും. കാരണം എന്ന് വെച്ചാൽ ഈ റൂമിന് മെഷർമെൻറ്റ് വീതി കുറവായതുകൊണ്ട് ഇതേ മെഷർമെൻറ്റിൽ തന്നെ പുതിയതായിട്ട് പണിയാൻ ഓപ്ഷനുള്ളൂ, അകത്തോട്ടേ പണിയാൻ ഓപ്ഷനുള്ളൂ. പക്ഷെ അത് ചെയ്യുമ്പം അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ച് ചെയ്യണം. അത് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. ഇനിയുള്ളത് അടുത്ത കാര്യം എന്ന് വെച്ചാൽ ഇവിടുത്തെ കാര്യമാണ്. ഇപ്പം ഇവിടുത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം പ്രശ്നമാണ് ഈ ബാത്റൂമിൻ്റെയും. അപ്പോൾ ഇതിനകത്ത് ഒരു കാര്യം ഉള്ളതെന്ന് വെച്ചാൽ ഇതെല്ലാം ഇപ്പം ടൈൽ ഒട്ടിച്ചേക്കുന്നതെല്ലാം 210 സെൻറ്റിമീറ്ററിലാണ് ടൈൽ ഒട്ടിച്ചേക്കുന്നത്. 210. ഇപ്പം നേരത്തെയൊക്കെ ടൈൽ വരുന്നതെല്ലാം 30 സെൻറ്റിമീറ്റർ 40 സെൻറ്റിമീറ്റർ ഹൈറ്റും 30 സെൻറ്റിമീറ്റർ വിട്ടിലാണ് ടൈൽ നേരത്തെ വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ആ ടൈൽ മാറിയിട്ട് ഇപ്പോൾ എല്ലാം 120, 60 അല്ലെങ്കിൽ അതിൽ കൂടുതൽ വലിയ ടൈലുകളാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ ടൈൽ ഒട്ടിച്ച് വരുമ്പോൾ വോളിന് 240 വരെ ഹൈറ്റിൽ പോയി ഒട്ടിക്കുന്നു. ഫുൾ ഹൈറ്റിലും ഒട്ടിക്കാം, 240 ഒട്ടിക്കാം. ഓക്കെ. പിന്നെ ഈ ബാത്റൂം റെനോവേഷൻ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്ത് വരുന്ന ലൈറ്റ്സ് ഒക്കെ റൂഫ് മൗണ്ട് കൊടുത്താൽ ബെറ്റർ ആയി. അപ്പോൾ നമ്മൾ ഡ്രോയിങ്ങിൽ റൂഫ് മൗണ്ട് കൊടുക്കണം. അപ്പോൾ ഇതിനകത്ത് വെറ്റ് ആൻഡ് ഡ്രൈ നമ്മളെല്ലാം സെപ്പറേറ്റ് ചെയ്യാം. 2 ലൈറ്റ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ കാണാൻ ഭംഗിയായിരിക്കും. പിന്നെ ഇപ്പോഴത്തെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഒരു ബാത്റൂം ടൈൽ ഒട്ടിക്കുമ്പം ഫ്ലോറും വാളും എല്ലാം സെയിം കളറാണെങ്കിൽ ബാത്റൂം കുറച്ച് വലുതായിട്ട് ഫീൽ ചെയ്യും. പിന്നെ നമുക്കിപ്പോൾ ഈ അറേഞ്ച്മെൻറ്റ്സ് കറക്റ്റാണ്. അറ്റത്ത് ബാത്ത് ഏരിയ ടൈൽ ഇരിക്കുന്നുണ്ടോ? അവിടെ പ്രോപ്പറായിട്ട് ബാത്ത് ഏരിയ, നടുക്ക് ക്ലോസറ്റ്, ഇവിടെ വാഷ് ബേസിൻ, അതിനകത്ത് വരുന്ന ടാപ്പും ബാക്കിയുള്ള കാര്യങ്ങളും ക്ലയൻറ്റുമായിട്ട് നമുക്ക് പിന്നീട് ഫൈനൽ ചെയ്യാം. ഓക്കെ. അത് കൂടാതെ നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഈ കബോർഡും എല്ലാം ഇളക്കി മാറ്റുക. ഇതെല്ലാം ഈ വെള്ളത്തിൻ്റെ ഈ ബാത്റൂമിൻ്റെ ഈർപ്പം കൊണ്ട് ഡാമേജായി വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇപ്പം നമുക്കുള്ളത് ഡൈനിങ്ങിൻ്റെ ക്രോക്കറി കം വാഷ് കൗണ്ടറാണ്. അപ്പോൾ ഇത് നമുക്ക് ഒരു കിടിലം ഡിസൈൻ കൊടുക്കാൻ പറ്റും നമുക്ക് ഇതിനകത്ത്. കാരണം ഇത്രയും വലിയൊരു ക്രോക്കറിയുടെ ആവശ്യമില്ല ബേസിക്കലി. അപ്പോൾ ഇവിടെ വാഷ് കൗണ്ടർ നമ്മൾ വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ സൈഡിലാണ് വെച്ചേക്കുന്നത്. അപ്പം അതിനെ നമുക്ക് വേറെ രീതി ചിന്തിക്കാവുന്നതേ ഉള്ളൂ. കുറച്ചും കൂടെ നല്ല രീതി ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഇത് ആക്ച്വലി ഒരു എഞ്ചിനീയറിനെ സംബന്ധിച്ച് ഇതൊരു എഞ്ചിനീയറാണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ചും കൂടെ റീതിങ്ക് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഭാവിയിൽ വരാം എന്ന് ചിന്തിച്ചുകൊണ്ട് വർക്ക് ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതിനകത്തും ഇതുപോലുള്ള പ്രശ്നമുണ്ട്. സൈഡിൽ കൂടെ വെള്ളമൊക്കെ പിടിക്കുന്നുണ്ട്. ഇങ്ങനെ ഈ വാഷ് ബേസിൻ ഓൾറെഡി ക്രാക്ക് ഉള്ളതാണ്. അതേപോലെ ഇവിടെ എല്ലാം വോൾട്ടേജ് ഒപ്പം ഇതിനകത്ത് ഒട്ടിച്ചിട്ടുണ്ട്. അതിനകത്ത് ഇവിടെയും പ്രശ്നം എന്ന് വെച്ചാൽ ഈ വോളും ഡെപ്തുള്ള വോളാണ്. കാരണം ഇവിടെയും 23-24 സെൻറ്റിമീറ്റർ വോളിനെ 10 സെൻറ്റിമീറ്ററിൽ വെച്ചിട്ടാണ് ഇതുണ്ടാക്കി വെച്ചേക്കുന്നത്. അപ്പോൾ ഡെപ്ത് കൂടുതലാണ് അതിനകത്ത്. അത് നമ്മൾ ക്ലോസ് ചെയ്ത് പ്ലാസ്റ്റർ ചെയ്തിട്ട് ഒരു ലെവലാക്കിയിട്ട് പ്രോപ്പറായിട്ട് ചെയ്യുന്നതായിരിക്കും കാണാൻ വൃത്തി. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഇളക്കി മാറ്റിയിട്ട് പുതിയൊരു ഡിസൈൻ നമുക്കിവിടെ കൊടുക്കാം. 340 340 × 210 വാഷ് കൗണ്ടർ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ഡയമെൻഷൻ കൊടുത്ത് നമുക്ക് ചെയ്യാം കേട്ടോ. മൊത്തം ടോട്ടലുള്ളത് 340 ആണ്. 340-കകത്ത് നമുക്ക് ഏത് രീതിയിലും ചെയ്യാം. പിന്നെ അതിനകത്ത് വേറൊരു ഇഷ്യൂ ഉണ്ട്. ഇവിടെയൊക്കെ നനയുവാണെങ്കിലും ഈ വെള്ളം അവിടുന്ന് പിടിക്കാം. ഈ കിച്ചൻ്റെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഈ ഒരു വാൾ മൊത്തം ഡാമേജാണ്. അപ്പോൾ ഈ ഡാമേജ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിങ്കിൻ്റെ അവിടെ നിന്നുള്ള ഈർപ്പം ഇതുവഴിയാണ് അവിടം വരെ വരുന്നത്. കാരണം ഈ സിങ്കിൻ്റെ സൈഡിലെല്ലാം ഗ്യാപ്പാണ്. നമ്മൾ ഈ ഗ്യാപ്പിൽ കൂടെ സിങ്ക് ഉപയോഗിക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ അകത്തൂടെ വെള്ളം ഇറങ്ങി താഴെ പോയിട്ട് ഈ സിങ്കിൻ്റെ സൈഡിൽ കൂടെ വെള്ളം താഴോട്ട് ഇറങ്ങിയിട്ട് അതിൻ്റെ അടിയിൽ കൂടെ സ്പ്രെഡ് ചെയ്തിട്ടാണ് ഈ ഈർപ്പം വരുന്നത്. പക്ഷേ ഇവിടെ മാത്രമല്ല, നമുക്ക് കണ്ട ഈ കബോർഡിൻ്റെ അകത്തുള്ള വോളിനകത്തും കംപ്ലീറ്റും ഈർപ്പം പിടിച്ച് ഡാമേജ് ആയിട്ടിരിപ്പുണ്ട്. അതുപോലെ ഈ ടൈൽ ഒട്ടിച്ചതൊന്നും വൃത്തിയായിട്ട് ഒട്ടിച്ചിട്ടില്ല. ടൈലിൻ്റെ സൈഡിലെല്ലാം ഒരുപാട് ഗ്യാപ്പെല്ലാം ഉണ്ട്. ഇതിൻ്റെ അടിയിൽ കൂടെ ഇതെല്ലാം പോകുന്നതുകൊണ്ടാണ് ഈ പ്രോബ്ലം വരുന്നത്. അപ്പോൾ ഇനി ചെയ്യുമ്പം നമുക്ക് അതിൻ്റെ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് നമുക്ക് ചെയ്തു തരാം. അപ്പോൾ ഈ കിച്ചൺ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി സ്റ്റോറും വർക്ക് ഏരിയയും കൂടെ ഉൾപ്പെടെയുള്ള ഒരു കിച്ചണാണ്. അപ്പം സ്പേസ് ഭയങ്കര കൺജസ്റ്റഡ് ഇത്ര ആയതുകൊണ്ട് അപ്പോൾ ഇതിനെ നമ്മൾ ഫുള്ളി ഓപ്പൺ ചെയ്തിട്ട് ഒരു പുതിയൊരു മോഡുലാറായിട്ടാണ് നമ്മളിപ്പം ഇതിനെ റീഡിസൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കത് അടുത്ത ഡ്രോയിങ്ങിലോട്ട് പോകും. അത് കഴിഞ്ഞാൽ എസ്റ്റിമേറ്റിലോട്ട് പോകും. അത് കഴിഞ്ഞാൽ നമ്മൾ എക്സിക്യൂഷനിലോട്ട് പോകും. ഇപ്പോൾ ഈ വീട്ടിൽ അത്യാവശ്യം കുക്കിംഗ് ഉള്ളതായതുകൊണ്ട് ചിമ്മിനി ഇല്ല. അവിടെ ചിമ്മിനി ഫിക്സ് ചെയ്തിട്ടില്ല. വിൻഡോ ഓപ്പൺ ചെയ്ത് കുക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ചിമ്മിനി ഇല്ലാത്തത് കൊണ്ടുള്ള പ്രശ്നമാണ് ഈ റൂഫ് കാണുന്നത്. നമ്മൾ ഈ റൂഫ് മൊത്തം ഇപ്പോൾ ഓയിലാണ്. അപ്പം അത്യാവശ്യം നമ്മൾ വീട്ടിൽ കുക്ക് ചെയ്യുന്ന വീടൊക്കെയാണെങ്കിൽ നല്ലൊരു ക്വാളിറ്റിയുള്ള ചിമ്മിനി വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാം. നമുക്കൊരു ഔട്ട്സൈഡ് ഒരു ബാത്റൂം കൂടെ നമുക്കിവിടെ കൺസ്ട്രക്ട് ചെയ്യാനുണ്ട്. അപ്പോൾ ഔട്ട്സൈഡ് ബാത്റൂം കൺസ്ട്രക്ട് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെ ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ളത് പ്ലാൻ ചെയ്തിട്ട് കൺസ്ട്രക്ട് ചെയ്യാവും. നമ്മളിപ്പോൾ ആക്ച്വലി സെലക്ട് ചെയ്തിരിക്കുന്ന ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ ബാത്റൂം കൺസ്ട്രക്ട്, സൗത്ത് ഈസ്റ്റിൻ്റെ കുറച്ച് മാറ്റിയായിട്ടാണ് നമ്മളൊരു ബാത്റൂം കൺസ്ട്രക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു സ്ഥലം ഈ വാഴയൊക്കെ നിൽക്കുന്ന സ്ഥലത്താണ് പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ.
അല്ല കളർ പോകും. ഇത് ആക്ച്വലി ആർട്ടിഫിഷ്യൽ ആയിട്ട് സാധനമാണല്ലോ. അല്ലെങ്കിൽ സാറേ ഈ ഒരു രീതിയിൽ മൊത്തത്തിൽ ഇത് മൊത്തം ഇളക്കി മാറ്റിയിട്ട് ഫുള്ളായിട്ട് നാച്ചുറൽ സ്റ്റോൺ കാരണം ഇവിടെ ഓൾറെഡി ഇതൊക്കെ താഴുന്നുണ്ട്, ഇതൊക്കെ താഴുന്നുണ്ട്. എന്തായാലും ഇതിനകത്തൊരു മെയിൻ്റെനൻസ് വേണം. പിന്നെ ഓൾറെഡി ഇത് താന്നു പോയി. അപ്പോൾ ഇത് കോൺക്രീറ്റ് കറക്റ്റ് ആവാത്തതുകൊണ്ട് താന്നു പോയതാണ്. അപ്പോൾ ഇതിനെ ഒന്ന് ഇളക്കി പ്രോപ്പറായിട്ട് ചെയ്യുവാണെങ്കിൽ നീറ്റായിരിക്കും അത്. അപ്പോൾ ഇത് ഈ പഴയ ടൈൽസ് ഇൻ്റർലോക്ക് അല്ലത്, ടൈൽ ഇളക്കി മാറ്റിയിട്ട് നമുക്കൊരു പുതിയൊരു കോൺസെപ്റ്റ് കൊടുക്കാം. അത് നാച്ചുറൽ സ്റ്റോണോ എന്തെന്ന് വെച്ചാൽ പ്ലാൻ ചെയ്യാം.